അപ്പോൾ ചൈനയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര താല്പര്യമാണ് പ്രധാനമായിട്ട് ഒരു ചിക്കൻ ഫിഷ്, ഇതാണ് പ്രധാനമായിട്ടും. അതിൽ ഫിഷുകളുടെ ഒരുപാട് വെറൈറ്റീസ്, ഒരു പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത തരത്തിലുള്ള ധാരാളം വെറൈറ്റി ഫിഷുകളൊക്കെ ഇവിടെ കിട്ടാനുണ്ട്. ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഇത് കഴിക്കുമ്പോൾ നാടിനോർത്തിട്ട് കാര്യമില്ല, നമ്മൾ ചേരയിൽ തിന്നുന്ന നാട്ടിൽ ചെന്ന നടുക്കഷ്ണം തന്നെ കഴിക്കണം എന്നല്ലേ. അപ്പൊ അത് പ്രകാരം നമ്മൾ ഈ ഫുഡ് ആസ്വദിച്ച് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുന്നതിലും എരിവ് തന്നെയാണ് കേട്ടോ. ഭയങ്കര ഒരു പ്രത്യേക രുചിയാണ്. എരിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എരിവാണ്. കണ്ടില്ലേ, പല ടൈപ്പിലുള്ള മീറ്റുകളുണ്ട്. അവരവിടെ ഹോട്ട് പോട്ട് വെച്ചിട്ടുണ്ട്, അതിൽ ചൂടാക്കി കഴിക്കുക. അതിനുള്ള സൂപ്പുകൾ, സലാഡ്സ് എല്ലാം കിട്ടും. അപ്പോൾ ഇതാണ് ചൈനീസ് സ്റ്റൈലിലുള്ള ഒരു ഭക്ഷണ രീതി. ഓക്കെ, കണ്ടില്ല ചേട്ടൻ എടുക്കണമെങ്കിൽ ബീഫൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ചോരയൊക്കെ ഒഴുകുന്ന ബീഫ്. നിറയെ ക്യാമറമാന്മാരാണ് കേട്ടോ. എല്ലാവരും നിന്നിട്ട് ഓരോരോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നടന്നു വരുന്ന വഴി തന്നെ കാണാം വളരെ ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ കാറിൽ നിന്ന് ഇറങ്ങി ഒരുപാട് വിജനമായിട്ടുള്ള സ്ഥലത്ത് കൂടിയൊക്കെ വരുമ്പോൾ എല്ലാം ഭയങ്കര ലൈറ്റിംഗ് ആണത്. സന്ദർശിക്കുമ്പോൾ ഇവിടം കൂടി വിസിറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. ഇവിടെ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്, ഒന്നും പറയാനില്ല. അപ്പൊ ഇനി നമുക്കിനി അടുത്ത കാഴ്ചകൾ കാണാം. കോൺ, ചിക്കൻ പാർട്സ്, ചിക്കൻ്റെ കുടലുണ്ട്, ഹാർട്ടുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അതുപോലെ കൂന്തൾ, ഒരുപാട് ഐറ്റംസ്, നഗറ്റ്സ് ഐറ്റംസ് ഉണ്ട്. ഒരുപാട് വെറൈറ്റി. കാണുന്നതെല്ലാം തന്നെ നമുക്ക് എടുക്കാൻ പാകത്തിന് നമുക്ക് കസ്റ്റമേഴ്സിന് വന്നിട്ട് സെലക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഓരോരോ നാട്ടിൽ അവരവരുടേതായിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റൈലുകൾ. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാഴ്ച പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരണം പുതുമകൾ എന്നും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പെട്രോണസ് ടവർ എന്ന് പറഞ്ഞാൽ ട്വിൻ ടവർ. ഒരു ഫ്ലൈറ്റിൽ നിന്ന് കാണുന്ന കാഴ്ച പോലെ തന്നെയാണ് കേട്ടോ. അതിമനോഹരമാണ്. ഒരു ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് വരുമ്പോൾ കാണുന്ന, ആകാശത്ത് നിന്ന് കാണുന്ന കാഴ്ചകളുണ്ടല്ലോ, അതുപോലെ തന്നെ അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. മലേഷ്യയിൽ വന്ന് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തത് ബാത്തു കേവ്സ്. ഈ പാർക്കാണ് നമ്മളുടെ നാട്ടിലിപ്പോൾ നമ്മൾ പറഞ്ഞാൽ വീഗാലാൻഡ് ഒക്കെ പോലത്തെ, വീഗാലാൻഡ്, ഡ്രീം വേൾഡ്, വണ്ടർലാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മളെ പല പാർക്കുകൾ, അതുപോലത്തെ ഒരു തീം പാർക്കാണ് മലേഷ്യയിലെ കൊലാലംപൂർ സിറ്റിയിൽ തന്നെയാണ്, അധികം ദൂരത്തല്ലാതെ സ്ഥിതി ചെയ്യുന്ന സൺവേ ലഗൂൺ. വളരെ പ്രശസ്തമായ പാർക്കാണ്. സാധാരണ നമ്മൾ വീഗാലാൻഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കുറേ വാട്ടർ റൈഡുകളും പിന്നെ അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ആണെങ്കിൽ ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറേ അനിമൽസിനെ മറ്റും നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ എല്ലാ വിഭാഗവും, കുട്ടികളെയും വലിയവരും എല്ലാ വിഭാഗവും ആളുകളെ ഒരുപോലെ ഹാപ്പിയായി കൊണ്ടു നടക്കാവുന്ന സെറ്റപ്പിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആണ് സൺവേ ലഗൂൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫുഡ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലുണ്ട്. നമ്മൾ തായ് ഫുഡിനൊക്കെ നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്ത പോലെ വിയറ്റ്നാമിൽ വേറെ പ്രധാനപ്പെട്ട വിയറ്റ്നാമിലെ ബാർബിക്യൂസ് എന്ന് പറഞ്ഞാൽ ചിക്കനൊക്കെ സ്പെഷ്യലായിട്ട് ഇവർ അടിക്കും. ഇതേ കണ്ടില്ലേ, ഇത് അതുപോലെ തന്നെ ആടും. ഇവിടെ നമുക്ക് ഒരു സ്പെഷ്യൽ ആട് ബാർബിക്യൂ കിട്ടുന്ന ഒരു ബാർബിക്യൂ ഷോപ്പ് കണ്ടില്ലേ. ആടിനത് ഫുള്ളാണ് കിട്ടിയത്. പകുതി ആൾക്കാർ മേടിച്ച് തിന്ന് കഴിഞ്ഞിട്ടാ. അതുപോലെ ചിക്കനും ഉണ്ട്. കണ്ട ഷവർമ തന്നെ ഒന്നൊന്നര ഷവർമ കേട്ടോ, ഒന്നും പറയാനില്ല. കണ്ട മൊരിയണാണ്, എനിക്ക് ഇങ്ങനെ ആയിരുന്നു മൊരിയണാണെന്ന് എനിക്ക് കൈ ധരിക്കും, വിശപ്പ് കൂടും. അപ്പോൾ നല്ല ഷവർമ സംഭവങ്ങൾ, വലിയ റോളാണ് നമുക്ക് തരുന്നത്, കണ്ടില്ലേ. അതുപോലെ തന്നെ നല്ല ബാർബിക്യൂസ് ഒക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കനും എല്ലാം ഉണ്ട്. ഇത് കണ്ടില്ലേ, ഫ്രഷ് നമുക്ക് സ്പോട്ടിൽ കുക്ക് ചെയ്ത് തരുന്നുള്ളതാണ് പ്രത്യേകത. ഇത് കണ്ടില്ലേ. ലോങ് ബാഗിനെ ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഇത് നമ്മുടെ നാടെന്ന് പറയുമ്പോൾ നമ്മുടെ നാട് പോലെ തന്നെയാണ് സ്ഥലങ്ങളൊക്കെ. ഇത് ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മൾ കഥകളിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ആ ഒരു കാഴ്ചകൾ തന്നെ കേട്ടോ. ഒരു രക്ഷയില്ല. പ്രകൃതിയിൽ ഇങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടെന്നൊക്കെ നമുക്കിവിടെ വന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുന്നുള്ളൂ. നല്ല ബെസ്റ്റ് ക്ലൈമറ്റ് കേട്ടോ, ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞ ഈ കാഴ്ചകൾ കാണുമ്പോൾ ഒരു ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ നമുക്ക് തോന്നി. പാലിക്കാരുടെ സ്റ്റൈലാണ് ട്രഡീഷണൽ. അതുപോലെ ഈ തലയിലത്തെ ഈ കെട്ടും ഇതാണ് ഇവരുടെ സ്റ്റൈൽ. വ്യൂ പോയിന്റ് ആണ് ടെക്നുഗാൻ വാട്ടർഫാൾസ്. ഇതൊക്കെ കണ്ടില്ല, അവിടെ താഴെ നമുക്കത് കാണാൻ സാധിക്കും. താഴെ ഒത്തിരി പേര് നിന്ന് കുളിക്കുന്ന കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഒപ്പം തന്നെ ഇതൊക്കെ അടുത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നല്ല ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ വ്യൂ പോയിന്റിൽ നിന്ന്. പിന്നെ ഇതുവഴി കാട്ടുവഴികളുണ്ട്. ഇതുവഴി താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ഒരു ബാലിയുടെ സൗത്ത് ബാലിയുടെ ഒരു 360 വ്യൂ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ എന്ന് വെച്ചാൽ അത്യാവശ്യം ഫുഡ് കോർട്ടുകളും പിന്നെ ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ മെലാസ്റ്റിയിലേക്കാണ് പോകുന്നത്. അവിടെ എന്താ പ്രത്യേകത? അവിടെ നിന്ന് പറഞ്ഞാൽ ലൈം സ്റ്റോൺ, നല്ല വൈറ്റ് ബീച്ചസ് ആണ് അവിടെ. അപ്പൊ സൺസെറ്റ് കാണാനും അതുപോലെ ഒരുപാട് ബീച്ച് ക്ലബ്സ് ഉണ്ട് അവിടെ. നമ്മള് നമ്മുടെ ഒരു ഫേവറേറ്റ് ബീച്ച് ക്ലബിലേക്കാണ് പോണത്. അപ്പൊ അടിച്ചുപൊളിയോടും കൂടിയിട്ടാണ് കേട്ടോ. 3-4 ദിവസം കൈപിടിച്ച് വന്നാലും പോകാൻ സമ്മതിക്കണം. അവിടെ മനസ്സിങ്ങനെ കൊളുത്തിയിടും. അത്ര എന്താ പറയുക, ഒരു പുണ്യഭൂമി എന്നാണ് പറയാൻ പറ്റും. അത്രയും ഒരു ഫീലാണ് ഇവിടെ അത്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചോളം ഞാൻ ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിട്ടുള്ള രാജ്യമാണ് തായ്ലൻഡ്. വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരം, വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതികൾ, എല്ലാ നിലക്കും ഒരു മനുഷ്യന് ഏതൊക്കെ നിലയിൽ എൻജോയ് ചെയ്യാൻ സാധിക്കും അതെല്ലാം തായ്ലൻഡിൽ ലഭ്യമാണ്. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഏതാണ്ട് 4.5 ലക്ഷത്തോളം ആളുകളാണ് ഫുഡ് മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തായ്ലൻഡിൽ വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ലോകത്ത് മറ്റെവിടെയും ഇത്രയധികം ജീവികളുമായിട്ട് നമുക്ക് ഇണങ്ങിച്ചേർന്ന് അല്ലെങ്കിൽ തൊട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. തായ്ലൻഡിൽ നിങ്ങൾക്ക് വലിയ പുലിയെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ ചെറിയ പുലിക്കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാം, സിംഹക്കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാം, സിംഹക്കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാം. അതുപോലെ ഒരുപാട് ജീവികളുമായിട്ട് അടുത്ത് നിന്നുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും അവയെ കളിപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഇതുപോലെ വളരെ അടുത്ത് നമുക്ക് എന്താ പറയുക, ഒരു പട്ടിക്കുട്ടിയെ കൊണ്ട് നടക്കുന്ന പോലെ, പൂച്ചക്കുട്ടിയെ കൊണ്ട് നടക്കുന്നത് പോലെ നമ്മൾക്ക് ഈ പുലിക്കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ പുലിയെയും സിംഹത്തിനെയും ഒറാങ്ങുത്താനെയും ഒക്കെ കൊണ്ട് നടന്ന് നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ സാധിക്കും. ഇത്തരം ജീവികളുടെ അതിമനോഹരമായിട്ടുള്ള ഷോകൾ കാണാൻ സാധിക്കും. യാത്ര ചെയ്ത് കാണേണ്ട കാഴ്ചകളല്ല നമുക്ക് ചുറ്റും ഉള്ളത് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. മനസ്സ് തുറന്നു വെച്ച് അത് ആ യാത്രകൾ ആസ്വദിക്കുക, മനസ്സിലേക്ക് എടുക്കുക. അത്തരത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിലും തീർച്ചയായിട്ടും ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് തുല്യമാണ് എന്ന് തന്നെ പറയാം.